കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ, ഇനിയും കാര്യങ്ങൾ ശരിയായ ദിശയിൽ നടന്നില്ലെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? വയലുകൾ പോലെ മനുഷ്യ ശരീരവും വരണ്ട് വീണ്ടുകീറുന്നു. ചർമ്മകോശങ്ങൾ വിഘടിക്കുന്നു, രക്തകോശങ്ങൾ തപിക്കുന്നു, കേരളത്തിനെ പൊള്ളുന്നു. വയലുകളിൽ പണിക്കിറങ്ങുന്നവർ, റോഡിൽ മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ചയാൾ, കശുവണ്ടി ആഫീസിൽ പോയ തൊഴിലാളി സ്ത്രീ, പണിക്കിറങ്ങിയ പോലീസുകാരൻ, എന്തിന് വീടിനു പുറത്ത് മധ്യവേനലവധിക്ക് കളിക്കാൻ പോയ പെൺകുട്ടിക്ക് വരെ പൊള്ളി. കാക്കക്കാലിന്റെ തണലുപോലുമില്ലാതെ കേരളം വിയർക്കുന്നു. സൂര്യാഘാതമെന്ന് പറഞ്ഞു. ഉടനെ താലൂക്ക് ആസ്പത്രി വന്നു. അവിടെ ഡോക്ടർ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ തന്നു. ഇപ്പോഴിങ്ങനെ നീറിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴീ പുറത്ത് നല്ല നീറ്റില്ല. കുടചൂടിയല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാതാകുന്നു. വയലുകളിൽ മേയാൻ വിട്ട കന്നുകാലികൾ മാത്രമല്ല, മനുഷ്യരും കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇക്കഴിഞ്ഞ 2 മാസം പാലക്കാട്ട് മാത്രം കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എണ്ണം 26. ഈ മരണങ്ങളെല്ലാം ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയത്തായിരുന്നു. മഴക്കാലത്ത് കാണുന്നതിൻ്റെ 4-5 ഇരട്ടിയിൽ, പ്രത്യേകിച്ച് ചൂട് കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പകുതിയിലധികം ആൾക്കാരും ഏകദേശം 30-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഇത് ഉത്തരേന്ത്യയെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്, തമിഴ്നാടിനെ പറ്റിപ്പോലും അല്ല സംസാരിക്കുന്നത്, കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഒരു 10-15 വർഷം മുൻപ് നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന കാര്യമാണ്. അറിവിനനുസരിച്ച് സംസാരിക്കുകയും താല്പര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുകയും ആചാരങ്ങൾക്കനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ. മഹാന്മാർ പറഞ്ഞതാണ്. ഇവിടെ അല്പ ആചാരത്തിലൂടെ അവനെ പരിസ്ഥിതി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ പരിസ്ഥിതി? ഇപ്പോൾ ജലമെന്ന് പറയുന്നത് ഹിന്ദുവിനെ അമ്പലത്തിലെ കിണ്ടിയിലൂടെ ഒഴിക്കണമെങ്കിൽ ശുദ്ധജലം വേണം. ക്രിസ്തുമതത്തിലെ മഹോദീസം മുക്കാനും തെളിഞ്ഞ വെള്ളം തന്നെ വേണം. ഇസ്ലാമികളൊക്കെയായാലും നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ശുദ്ധിയാക്കുന്നതിന് തെളിഞ്ഞ വെള്ളം തന്നെ വേണം. അപ്പോൾ അവിടെ തെളിഞ്ഞ വെള്ളം കിട്ടണമെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ആവശ്യത്തിന് ജലം കിട്ടണമെങ്കിൽ അവനെ അതിലൂടെ മനുഷ്യന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആചാരങ്ങൾക്കനുസരിച്ച് അവനെ അതിലേക്ക് കൊണ്ടുവരണം. ഞാൻ മതങ്ങൾക്കൊന്നും എതിരല്ല കേട്ടോ, മതവിശ്വാസത്തിനൊന്നും എതിരല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മതവിശ്വാസത്തിലൂടെ ഇത് മാറ്റാമെന്നൊക്കെ പറയുന്നത് വളരെ റിമോട്ടായിട്ടുള്ളൊരു കാര്യം. അതിനൊന്നും നമ്മുടെ കയ്യിൽ സമയമില്ല സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ മതം പറയുന്ന എല്ലാ കാര്യവും മതക്കാർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ അതേ നേരത്തെ പറഞ്ഞ മതത്തിൻ്റെ സംഘടനകൾ തന്നെയാണ് ഇപ്പോൾ ഗാഡ്ഗിലിനെതിരെ വരുന്നത്. ഒരു വിഭാഗം മതത്തിൻ്റെ സംഘടനകൾ തന്നെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫിലോസഫിയോ തിയറിയോ ഒന്നും ഇനി കഥയില്ല. ഇനി നമ്മൾ ആരെയും പഠിപ്പിക്കാൻ വേണ്ടി, ഞാൻ ഈ ബോധവൽക്കരണം എന്ന വാക്കിന് ഒരർത്ഥമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ബോധം കൂടിയിട്ടുള്ള പ്രശ്നമാണ് മലയാളിക്ക്. ഈ വരൾച്ചയുടെ നിൽക്കുന്ന അവസരത്തിൽ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത ശേഷം ദീർഘാടിസ്ഥാനത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിലെ പദ്ധതികൾ എന്ത് പദ്ധതിയാണ്? അതായത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് കേരളത്തിലെ കുളങ്ങളുടെ ഒക്കെ കണക്കെടുക്കാനാണ് പറഞ്ഞു. ഈ കേരളത്തിലെ കുളങ്ങളൊക്കെ നന്നായി കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റും? അതേപോലെ നന്നാക്കുന്നതിനേക്കാൾ ഒരു നെൽപ്പാടം നികത്താതെ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുന്നുകളിടിച്ചെടുത്തത് മണ്ണ് കൊണ്ടുപോകുന്നതിനും മറ്റൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അത്രത്തോളം ആയിട്ടില്ല. എങ്കിലും കുന്നുകളിടിച്ചെടുത്തത് കാരണം വാട്ടർ ഷെഡ് അഫക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട്സ് പഠിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഇമ്പാക്ട്സ് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഫർദർ ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള എന്ത് ഇൻ്റർവെൻഷനാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത്. ചോദ്യം എന്താണെന്നറിയോ? ഇപ്പോൾ കുന്നിടിക്കുന്നത്, കേരളത്തിലൊരാൾ കുന്നിടിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ പരിസ്ഥിതി വകുപ്പിന് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സാറിനടുത്ത് ഞാൻ വന്ന് പറയണം അങ്ങനെ എന്നെ കുന്നിടിക്കുന്നു എന്ന് പറഞ്ഞാൽ സാറിനൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പാടം നിർത്തുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ RDOനെ അപ്പം നിർത്താം. അത് കഴിഞ്ഞാൽ RDOൻ്റെ മുകളിൽ കളക്ടർ പോകും, കളക്ടർ മുകളിൽ മന്ത്രി പോകും, മന്ത്രിയുടെ മുകളിൽ ട്രിബ്യൂണലിൽ പോകും, വേറെ ആരെങ്കിലും ഒക്കെ പോകും, ഒന്നും പറ്റിയെങ്കിൽ ഹൈക്കോടതി പോകും, സംഗതി തീർന്നു. അത് പാടം നികത്തുന്നു. നികന്ന് കഴിഞ്ഞിട്ട് കുന്നിടിച്ച് പാടം നികത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് മിറ്റിഗേഷൻ ഒന്നും ചെയ്യാനില്ല. ഈ വകുപ്പിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വെളിപ്പെടുത്താമെങ്കിൽ എത്ര സമയം അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്? ഈ വകുപ്പിൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹം പൂർണ്ണമായിട്ട് ഇടപെടുന്നുണ്ട്. പറഞ്ഞാൽ വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തരുന്നത് അതിനുള്ള സമയം അദ്ദേഹം ഉപയോഗിക്കുന്നത്. നമ്മുടെ പരിസ്ഥിതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു പരിപാടിക്കും അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇപ്പോൾ വളരെയധികം വലയുന്ന മലയാളി, ഇത്തരം ഒരു വകുപ്പുണ്ടെന്ന് പോലും യഥാർത്ഥത്തിൽ പലർക്കും അറിയാത്തത് വകുപ്പിൻ്റെ നിർജ്ജീവാവസ്ഥ കൊണ്ടുകൂടിയാണ് എന്ന് പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ചർച്ചയിൽ പൊന്തി വന്നതുപോലെയുള്ള വളരെ കാര്യക്ഷമമായ നിർദ്ദേശങ്ങൾ, വളരെ കാര്യക്ഷമമായ പോളിസികൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മനുഷ്യർ പുലർത്തേണ്ട മര്യാദകളെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ശൈശവദശ പിന്നിട്ടു ഈ വകുപ്പിൽ നിന്ന് ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത മലയാളിക്ക് അത്തരമൊരു പ്രതീക്ഷ ഈ വകുപ്പിൽ വെച്ച് പുലർത്താമോ? തീർച്ചയായിട്ടും സർക്കാർ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സഹായമുണ്ട്, ഒന്നൊരു സംശയമില്ല. അതുകൊണ്ട്
ചെയ്യാൻ പറ്റും. എന്താണോ ചെയ്യാൻ നമുക്ക് കഴിയുന്നത് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. ഏത് ഭാഗത്തു നിന്നാണോ തീർച്ചയായും നടപ്പാക്കാനുള്ള ഒരിതുണ്ടാകും. പോളിസി ഗൈഡ് ലൈൻ ഉണ്ടാക്കേണ്ടത് ഈ വകുപ്പിൻ്റെ പണിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കലല്ല. ബോധവൽക്കരിക്കലൊക്കെ നമുക്ക് പിന്നെയാവാം. അതിനൊക്കെ മാധ്യമങ്ങളുണ്ട്, സ്കൂളുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ബോധവൽക്കരണത്തിനപ്പുറത്ത് പോളിസി ഗൈഡ് ലൈൻ ഉണ്ടാവണം, പുതിയ റൂൾസ് ഉണ്ടാക്കണം, റെഗുലേഷൻസ് ഉണ്ടാക്കണം, ആക്ട് ഉണ്ടാക്കണം. ഇപ്പോഴാണ് ശരിക്കും പൊള്ളി തുടങ്ങിയത്. ഈ പൊള്ളുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഓരോ അധികാര സ്ഥാനങ്ങളും അവരുടെ റോളിനെ റീഡിഫൈൻ ചെയ്യാൻ തയ്യാറാവണം. ആ അർത്ഥത്തിൽ പരിസ്ഥിതി വകുപ്പിന്, കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന് മുമ്പ് എന്നത്തേക്കാളുമുള്ള പ്രാധാന്യമുണ്ട് എന്ന് ആദ്യം അവർ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോളിസി ഇനീഷ്യേറ്റീവ്സിന് മുൻകൈ എടുക്കണം. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. നന്ദി ശ്രീ ശ്രീകണ്ഠൻ നായർ, ശ്രീ CR നീലകണ്ഠൻ, ഒപ്പം ശ്രീ VT ബൽറാം MLA. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്ന മട്ടിൽ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് മലയാളി. വരാനിരിക്കുന്നതൊന്നും അത്ര നല്ലതല്ല എന്ന വിപൽ സൂചനകൾ ലഭിച്ചിട്ടും നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് കേരളത്തിൻ്റെ മട്ട്. പരിസ്ഥിതിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും വകുപ്പുണ്ടാക്കിയ നമ്മൾ ആ വകുപ്പുകൾ ഇത്രകാലം എന്തു ചെയ്തു എന്ന് ആലോചിക്കാൻ മെനക്കെട്ടിട്ടില്ല. വരൾച്ച വരുമ്പോൾ മാത്രം പശ്ചിമഘട്ടത്തെക്കുറിച്ചും വെള്ളം വറ്റുമ്പോൾ മാത്രം പുഴകളെക്കുറിച്ചും വിലപിച്ച് ഇനിയും എത്ര കാലം നമ്മൾ തള്ളി നീക്കും? ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.